सभी को मसीह में प्रेम का वंदना देना चाहता हूँ। ഏകസിന്മേൽ തിരിച്ച് എന്ന വിഷയത്തിന്റെ ആസ്പദമാക്കി പഠനങ്ങളാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. हम लोग इतना देर से महिमा में बढ़ने के विषय में का अभ्यास का क्लास और अभ्यास हम ले रहे थे। ഈ ആസ്പദമായി ഒരു വാക്യം വായിക്കുകയാണ്. അതുകൊണ്ട് इस विषय के लिए सबसे पहला प्रभु का आत्मा ने जो मुझे बोध्य दिया है उस विषय पे पहला एक वाक्य मैं पढ़ना चाहता हूँ। ഈ വിഷയം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിൽ ഈ അപ്പോസ്തലന്മാർക്കൊക്കെ പറഞ്ഞു തരുന്ന ഒരു മർമ്മമായിരുന്നു. ये विषय देखा जाए तो ये पहले पुराने नियम में ये सब बातों को एक गुप्त मर्म था, प्रकट नहीं हुआ था। ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്കും ഇത് പറഞ്ഞു തരുന്ന മർമ്മമാണ്. और फर्स्ट सेंचुरी के भाइयों को भी ये बात गुप्त था। എന്നാൽ ഈ വിഷയം വെളിപ്പെട്ടു വന്നത് അപ്പോസ്തലൻ പൗലോസിലൂടെയാണ്. परंतु ये प्रकटीकरण पौलोस के द्वारा, प्रेरित पौलोस के द्वारा था, प्रकट होकर क्लियर ज्योति में लाया, सबको समझ में आया। ഒന്നാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക് അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, രക്ഷ യഹൂദന്മാർ. क्योंकि पहले सप्ताह के सेंचुरी के लोग जब जैसी मंडली शुरू हो गया था, उस समय के भाइयों को ऐसा लगता था कि उद्धार जो है सिर्फ यहूदियों के लिए ही है। എന്നാൽ പൗലോസ് ലേഖനത്തിലൂടെയാണ് രക്ഷ ജാതികൾക്ക് ലഭ്യമായി തീരുമെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് ലഭിച്ചത്. परंतु वो पौलोस के द्वारा था जिसका क्लियरिटी और स्पष्ट प्रकट हुआ था कि जब बताया गया था कि अन्य जाति को भी प्रभु का यीशु मसीह के नाम का सुसमाचार के द्वारा उद्धार है। അങ്ങനെ അപ്പോസ്തലൻ പൗലോസ് എഫെസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല എന്നത്. एफेसियों का पुस्तक 3रा अध्याय वाक्य 5 जब हम पढ़ते समय में उस विषय में देखते हैं कि उस समय का जो पढ़ना एफेसियों 3:5 अन्य समयों में मनुष्यों की संतानों की ऐसा नहीं बताया गया था, जैसा कि आत्मा के द्वारा अब उसकी पवित्र प्रेरितों और भविष्यवक्ताओं पर प्रकट किया गया है। हाँ, ഇതേ കാര്യമാണ് അപ്പോസ്തലൻ പത്രോസും തന്റെ 1-ാം ലേഖനത്തിലെ 1-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. पहला पत्रोस पहला अध्याय का 1 और 10 में यही अर्थ में पत्रोस भी कहता है, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരുടെ ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളത് എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി, തങ്ങൾക്കായല്ല നിങ്ങൾക്കായി അത്രയും ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. तो उनको ये बात प्रकट हो गया था। वो लोग खोजते थे पुराने नियम के भक्त लोग, परंतु वो उनको प्रकट नहीं हुआ था, बल्कि ये बात उन लोगों के लिए नहीं है, बाद में के लोगों के लिए है करके ये बात प्रकट हुआ। യേശുക്രിസ്തുവിന്റെ മനുഷ്യ അവതാരം അത് സഭയ്ക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എത്ര അനുഗ്രഹമായി തീർന്നു എന്നാണ് നമ്മൾ ഓർക്കുന്നതാണ്. यीशु मसीह का मनुष्य रूप लेकर आने का जो अवस्था, वो दशा, वो सिर्फ मंडली के लिए है, लाभदायक है करके ये बात समझना कितना आशीषमय बात है। യേശു ജനിച്ചത് യഹൂദ ഗോത്രത്തിലാണ്. यीशु का जन्म एक यहूदी गोत्र में हुआ, എന്നാൽ ആ ഇസ്രായേൽ ഗോത്രം മുഴുവനും യേശുവിനെ തള്ളിക്കളഞ്ഞു. परंतु क्या हुआ, प्रभु अपने लोगों के बीच में आया, परंतु अपने लोगों ने उसको ठुकरा दिया। സ്വന്തത്തിൽ ഒന്നും സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് വചനം പറയുന്നു. वचन कहता है कि वो अपने एक बीच में आया था, परंतु अपने लोगों ने उसे नहीं स्वीकारा। അങ്ങനെ ഒരു തിരസ്കരിക്കപ്പെട്ട ഒരു അനുഭവത്തിലാണ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്. इस तरह एक नकारा हुआ या तिरस्कारा हुआ जीवन था प्रभु ने जिया। യേശുവിന്റെ ജനനം മുതൽ അവന്റെ ക്രൂശമരണം വരെ യേശുവിന് കിട്ടുന്ന ന്യായമായ ഒരു കാര്യവും അന്നത്തെ സമൂഹത്തിൽ നിന്ന് യേശു ലഭിച്ചില്ല. तो यीशु जब इस दुनिया में जीते समय में 33.5 साल जो जीवन जिया, उस समय में उसके लिए जो न्याय पूर्वक जो भी रीति से उसको बातें मिलना चाहिए था, वो उसको सही रीति से नहीं मिला, उनके साथ अन्याय हुआ। ഏറ്റവും
നീചമായ രീതിയിൽ അന്നത്തെ പരീക്ഷന്മാരും ശാസ്ത്രന്മാരും യേശുവിനെ അപഹസിച്ച് സംസാരിച്ചു. और उस समय के जो फरीसी लोग और अधिकारी लोगों ने बहुत ही अपमानजनक रीति से यीशु के साथ बात किया. മറിയയുടെ മകൻ എന്ന് പറയുമ്പോൾ അത് എത്ര നീചമായ ഒരു സംബോധനയാണ്. ആ രീതിയിൽ യേശുവിനെ അവർ സംബോധന ചെയ്തു. वो यीशु को तू मरियम का बेटा है, यानी कि उस समय में एक माँ के नाम से, एक स्त्री के नाम से बुलाते समय में वो एक धिक्कारा जाता है, छुटकारा देने का रीति का बात रहता है. എന്നാൽ യേശുവിന്റെ ജനനം ഒരു ദൈവമായ ജനനമായിരുന്നു. കന്യകയിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ജനനമായിരുന്നു. परंतु यीशु का जन्म देखा जाए तो वो कोई मनुष्य का हाथ का नहीं, बल्कि एक दिव्य जन्म है, जो कि अब देखते हैं कि एक परमेश्वर ने कन्या को इस्तेमाल किया यीशु का जन्म के लिए. അങ്ങനെ ദൈവപുത്രനായി ജനിച്ച ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. इस रीति से परमेश्वर के पुत्र के कहलाया जाने लायक एक ही मनुष्य है जो जन्म लिया है, वो है प्रभु यीशु मसीह. ദൈവം അല്ലെങ്കിൽ സ്വർഗം പെട്ടെന്ന് തീരുമാനം എടുത്ത് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതല്ല. ये ऐसा नहीं हुआ कि अचानक से स्वर्ग ने निर्णय लिया चलो यीशु को भेजते हैं बोलकर जल्दी लिया हुआ निर्णय नहीं है. ये ലോകസ്ഥാപനത്തിന് മുമ്പേ എടുത്ത തീരുമാനം. ये संसार के निर्माण के पहले ही लिया हुआ एक ये एक निर्णय था. നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ ലൂസിഫർ ദൈവത്തോട് മത്സരിക്കുമെന്നും അവൻ ഇവിടെ വന്ന് മനസ്സാക്ഷി മുഴുവൻ തെറ്റിക്കുമെന്നും ദൈവം അറിഞ്ഞു തന്നെയാണ് ദൈവം മുന്നമേ ഈ തീരുമാനം എടുത്തത്. और परमेश्वर तो ये बात पहले से भी जानता था, और हमने गए दिन में भी हमने देखा था कि परमेश्वर जानता था कि लूसीफर वो भरमाया जाएगा, खुद भटक जाएगा और दूसरे लोगों को भी वो भरमाएगा, शैतान बनकर लोगों को धोखा देगा. അങ്ങനെ ലൂസിഫർ എന്ന സാത്താന്റെ ചതിയിൽ ആദ്യത്തെ മനുഷ്യൻ പെട്ടുപോയി. और इस तरफ देखते हैं कि शैतान का धोखा देने का स्वभाव में पहला मनुष्य गिर गया. ആ ഒരു വീഴ്ചയുടെ അനന്തരഫലം മനുഷ്യരാശി മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो क्योंकि वो लोग उस समय आदम और हवा गिरा, जिसके वजह से आज पूरा मनुष्य जात वो गिरावट का श्राप अनुभव कर रहे हैं. ഏതെങ്കിലും ആദാം ഹവ്വ പാപത്തിൽ വീണപ്പോൾ അവർ സ്വയം അവർക്ക് മനസ്സിലായി ഞങ്ങൾ തെറ്റ് ചെയ്തെന്ന് മനസ്സിലായപ്പോൾ അവർ സ്വയം തീരുമാനിച്ചു ഞങ്ങൾ നഗ്നത മറയ്ക്കണം. तो जब आदम और हव्वा को ये समझ में आया कि हमने देखो बहुत बड़ा गलती किया, भूल किया है और नंगा है करके एहसास हुआ, तो वो लोग अपने बलबूते में, अपने सामर्थ्य में अपना नंगापन को छुपाने का कोशिश किया. മനുഷ്യൻ എത്രമാത്രം അവിടെ നഗ്നത ദൈവമുമ്പാകെ മറക്കാൻ ശ്രമിച്ചാലും സാധ്യമല്ല എന്ന് അവിടെ ദൈവം തെളിയിക്കുകയാണ്. और मनुष्य जब अपने पूरे मेहनत से, पूरा बलबूते से अपना नंगापन को छुपाने का कोशिश किया, तो वहां पर एक बात मालूम पड़ा, मनुष्य में ये काबिल का नहीं है, सिर्फ परमेश्वर ही अपना नंगापन को छुपा सकता है करके प्रभु ने मनुष्य को ढककर साबित किया. ദൈവം തന്നെ ഒരു പ്രായശ്ചിത്തം കഴിക്കുകയാണ് മനുഷ്യൻ ആദാമിനും ഹവ്വയ്ക്ക് വേണ്ടി. जिसकी वजह से वहां पर हम देखते हैं कि परमेश्वर स्वयं ही वहां पर एक मेमना को वध करके प्रायश्चित किया और उस वध में आदम और हव्वा को वस्त्र देकर उनका नग्न को ढका. അവരെ ഏത് തോട്ടത്തിൽ ഇറക്കി വിടുമ്പോൾ അവരെ രക്തം കണ്ടിട്ടാണ് അവർ ആ ഏത് തോട്ടത്തിൽ ഇറക്കി വിടുന്നത്. तो आदम और हव्वा को जब ईदन वाटिका से बाहर निकाला, तो वो बलि के द्वारा जो लहू बहाया गया है, वो लहू को देखकर वो लोग बाहर निकले. അന്ന് അതെല്ലാം ക്രിസ്തുവിന് മുന്നോടിയായിട്ട് ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. और ये सब परमेश्वर का पूर्व निर्णय के अनुसार प्रभु ने किया हुआ कार्य है. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം സമാഗമന കൂടാരം പണിയുവാൻ മോശയോട് ദൈവം പറയുന്നു. उसके बाद हम निर्गमन का पुस्तक में देखते हैं परमेश्वर मूसा को तंबू बनाने के लिए कहता है. അന്ന് ദൈവം മോശയോട് സംസാരിക്കുന്നത് സീനായി മലയിൽ വെച്ചാണ്. और उस समय में जब परमेश्वर बात करता था, सीनाई पर्वत में बात करता था. സീനായി പർവ്വതത്തിൽ ഇടിയും മുടുക്കവും വാതുകളൊക്കെ ശബ്ദങ്ങൾ കേൾപ്പിച്ചായിരുന്നു മോശ അവിടെ ചെന്നുകൊണ്ടിരുന്നത്. और जब भी सीनाई पर्वत में परमेश्वर उतर के बात करता था, उस समय का माहौल क्या रहता था? हमेशा भूकंप होता था, बिजलियां गिरती थी, इस तरह का भयानक आवाज रहता था. ऐसा अवस्था में मूसा परमेश्वर से बात करता था. ജനങ്ങൾ പേടിച്ചു മറിച്ചാണ് ആ സീനായി മല താഴെ മോശയെ കാത്തു നിന്നു. और जब बिजली गरजते रहता था, भूकंप होता था, नीचे के लोग, इस्राएली लोग इंतजार करते समय में डरते हुए कांपते रहते थे और इंतजार कर रहे थे कब मूसा आएगा. എന്നാൽ ഇവിടെ ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലേവ്യ യാഗങ്ങളിൽ ഒന്നാമത്തെ യാഗമായ ഹോമയാഗത്തിൽ ദൈവം
ഇസ്രായേൽ ജനത്തെ വിളിക്കുകയാണ് ഇങ്ങോട്ട്. और फिर हम देखते हैं कि लेवी का पुस्तक में आते समय में जब परमेश्वर बलियां देते समय में उस बलियों में जो पहला बलि है होम बलि के द्वारा परमेश्वर मनुष्य के निकट आकर कार्य करता है. ഇടിമുഴക്കത്തിലും വലിയ ശബ്ദങ്ങളിലും സംസാരിച്ചുകൊണ്ടിരുന്ന ദൈവം ഇന്ന് സമാഗമന കൂടാരത്തിൽ തന്റെ ജനത്തെ ദൈവം വിളിക്കുകയാണ്. तो अभी ये परमेश्वर जो एक समय में बिजलियों में और भूकंपों में और हवाओं में बात करने वाला, तूफानों में बात करने वाला ये परमेश्वर अभी अपने लोगों को के बीच में आकर मिलाप वाला तंबू में रहकर बात करता है. ഈ വിളിക്കപ്പെട്ട ജനം അന്ന് ഇസ്രായേൽ ജനമാണെങ്കിൽ ഇനി വിളിക്കപ്പെട്ട ജനം ഇന്ന് സഭയാണ്. तो उस समय में हम जानते हैं उस समय में बुलाया हुआ लोग जो इस्राएल है करके बोलते हैं. हम जानते हैं कि आज नए नियम में वो कलीसिया है, मंडली है. അന്ന് അവർക്ക് ഒരു യാഗം കഴിച്ച് മാത്രമേ ദൈവത്തിന് മുമ്പാകെ നിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. उन दिनों में उन लोगों को केवल बलि करना पड़ता था जिसके वजह से परमेश्वर की उपस्थिति में आ सकते थे. ഒരു യാഗം കഴിക്കണമെങ്കിൽ ഒരു മൃഗത്തിന്റെ ആവശ്യമാണ്. മൃഗത്തിന്റെ हाँ, अगर बलि करना है तो एक जानवर का जरूरत है. എന്നാൽ ആ മൃഗം എന്ന് പറയുന്നത് ഒരു സസ്യബുക്ക് അല്ലെങ്കിൽ കാട്ടിലെ സസ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ തിന്നുന്ന മൃഗമാകാൻ പാടില്ല. तो अगर जानवर को जब बलि करना रहते हैं समय में वो एक ऐसा पशु या जानवर नहीं होना चाहिए जो अन्य जानवरों को खाता है. വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളും ആകാൻ പാടില്ല. या और जंगली जानवर नहीं होना चाहिए जो दूसरा जानवरों को शिकार करके खाता है. ഉടമസ്ഥൻ സ്വന്തം കണക്കിൽ അല്ലെങ്കിൽ സ്വന്തം ഫാം ഹൗസിൽ വളർത്തിയ സ്വന്തമായി ഇറങ്ങുന്ന കാളക്കടാവിനെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ അത് ഊനമില്ലാത്തതായിരിക്കണം. അത് ഉടമസ്ഥന് ഇണങ്ങുന്നതായിരിക്കണം. ഉടമസ്ഥൻ സ്നേഹിക്കുന്ന ആ ഊനമില്ലാത്ത ആൺകിടാവിനെയോ അല്ലെങ്കിൽ ചെമ്മരിയാടിനെയോ കോലാടിനെയോ മാത്രമേ ബലിയെടുക്കാൻ പാടുള്ളായിരുന്നു. तो परमेश्वर का आज्ञा के अनुसार वो मनुष्य उसे एक पाला हुआ जानवर होना चाहिए, पालतू पशु जानवर होना चाहिए जो मनुष्य अपने ही घर पे उसको पाला होगा. जो गाय हो सकता है यानी कि बछड़ा हो सकता है, मेमना हो सकता है, बकरा हो सकता है या कबूतर हो सकता है. इस तरह का पक्षियों को और जानवरों को इस्तेमाल करना चाहिए था बलि के लिए. ഉടമസ്ഥന് ഇണങ്ങുന്ന ഒരു യാഗം അല്ലെങ്കിൽ ഉടമസ്ഥന് ഇണങ്ങുന്ന പശുക്കിടാവോ ഒരു ആട്ടിൻകുട്ടിയോ മാത്രമേ അവിടെ ബലിയെടുക്കാൻ പാടുള്ളൂ. तो जो मालिक का आधीन में रहने वाला पशु, मालिक का समर्पण करने वाला पशु ही जानवर ही होना चाहिए बलि के लिए इस्तेमाल करने के लिए. ഇപ്രകാരം തന്നെയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. इस तरह था हमारा प्रभु यीशु मसीह भी. പിതാവിനെ ഏറ്റവും അനുസരിച്ച ഏറ്റവും വിനീതനായ ദാസനെന്ന് യശയ്യാപ്രവാചകൻ പറയുമ്പോൾ അത്രയ്ക്ക് വിനീതനായ ദാസനായി ദൈവത്തെ അനുസരിച്ച് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശു. तो यशायाह का पुस्तक में इस विषय में भविष्यवाणी लिखा गया था जो मनुष्य बनकर जो मसीहा आएगा वो अपने आप को इतना नम्र और विनय होकर नीचे झुककर अपने आप को नम्र कर आने वाला व्यक्ति रहेगा मसीहा. जिसका सबूत है हम देखते हैं यीशु मसीह ने अपने आप को एकदम नम्र कर वो आया. അങ്ങനെ പഴയ നിയമത്തിലെ ഈ യാഗങ്ങൾ യേശുക്രിസ്തുവിനെ നിഴലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. और अब देखते हैं कि पुराने नियम की बलियां इस तरह से एक छाया था, ये जो पुराने नियम में हुआ था. മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത് ദൈവമാകെ നിൽക്കാൻ അവൻ സ്വയമായി കഴിയുകയില്ല എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത്. तो मनुष्य का कमी जो है वो ये है कि वो कभी भी ये बलियों को लेकर कभी भी परमेश्वर के सामने खड़ा रह नहीं सकता. ഒരു താൽക്കാലിക മറ മാത്രമായിരുന്നു ആ യാഗങ്ങളൊക്കെ. और ये एक टेम्पररी सॉल्यूशन था, यानी कि कुछ समय के लिए एक टेम्पररी हल निकाला था परमेश्वर की उपस्थिति में बलि करने के लिए. ഇതെല്ലാം ക്രിസ്തുവിനെ മുന്നോടിയായി കണ്ടാണ് ദൈവം ഈ യാഗങ്ങളെല്ലാം ഇസ്രായേലിൽ കൊടുത്തത്. क्योंकि ये सब आने वाला मसीहा जो एक दिन मसीहा आएगा, लोगों का पापों को उठाकर ले जाएगा, उस मसीहा को देखकर चिन्ह के रूप में और छाया के रूप में पुराने नियम के लोग बलि करते थे. അങ്ങനെ ക്രിസ്തുവിനെ മുന്നോടിയായിട്ട് യാഗങ്ങൾ അർപ്പിച്ച പഴയ നിയമ ഭക്തന്മാരൊക്കെ ഈ ക്രിസ്തു വരുമെന്നും
അവർ തങ്ങളെ പാപങ്ങളെ മുഴുവനായി മോചിക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് യാഗം കഴിക്കുന്നത്. जिसकी वजह से हम देखते हैं कि पुराने नियम के विश्वासी लोग वो लोग विश्वास करते थे जब वो लोग बलि करते समय में कि ये बलि तो आने वाला मसीह का एक छाया है और एक दिन सच्चा मसीहा आएगा और वो हमारा पाप के लिए बलिदान होगा, वो हमारा पाप ले जाएगा, वो ही है सच्चा बलि बोलकर वो लोग विश्वास कर उस समय में वो लोग पशुओं को अर्पण करते थे. അതുവരെയുള്ള യാഗങ്ങളെല്ലാം താൽക്കാലികമായ യാഗങ്ങളായിരുന്നു. तो उसके पहले तक जो भी बलियां वो लोग करते थे एक टेम्पररी कुछ समय का बलि था. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്തിലൂടെ ആ യാഗങ്ങൾക്കെല്ലാം ഒരു പൂർത്തി വരുത്തി എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ് നമുക്ക് സാധിച്ചത്. और प्रभु यीशु मसीह ने एक बलि के द्वारा सदा के लिए हमें छुटकारा दिया. അങ്ങനെ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി ദൈവമുമ്പാകെ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിലേക്ക് കയറിയപ്പോൾ അവിടെ നമ്മൾ ദൈവമുമ്പാകെയുള്ള കോടതിയുടെ മുമ്പാകെ നമ്മൾ വെറുതെ വിട്ടത് യേശുവിന്റെ പ്രതിയായി. तो इसके लिए इस तरह यीशु मसीह क्रूस में मरते समय में वो हमारा बदले मरा, हमारा पापों को लेकर वो मरकर हमें परमेश्वर की उपस्थिति में खड़ा कर सके. वो हमारे बदले मरकर उन्होंने बलिदान किया. ഇബ്രായ ലേഖനത്തിലെ 2-ാം അധ്യായം इब्रानियों 2 अध्याय 10-ാം വാക്യത്തില് 10 में ഇവിടെ പറയുന്നത് സകലത്തിനും ലാഭം സകലത്തിനും കാരണപ്പെടുന്ന വാക്യം. 2:10 അത് നമ്മളെ ദേശത്തിലേക്ക് നയിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിന്റെ ഉദ്ദേശമായിരുന്നു. और ये आप देखते हैं कि बहुत से पुत्रों को तेजस में महिमा में लेकर जाए, ये परमेश्वर का उसी समय में उद्देश्य था. എന്നാൽ ആ ഉദ്ദേശം ഒരു വാക്കിനാലോ ഒരു സംസാരത്താലോ പെട്ടെന്ന് ഉളവായതല്ല. परंतु ये उद्देश्य जो बहुत से पुत्रों को महिमा में लेकर जाने का वो फटाक से लिया हुआ निर्णय नहीं था. ദൈവം സ്വതന്ത്രം കൽപ്പിച്ചുണ്ടായ സംഭവമല്ല. परमेश्वर ने स्वर्ग में आज्ञा दिया ऐसा हो जाओ बोलकर ऐसा नहीं हुआ. അതിനുവേണ്ടി സ്വന്തം പുത്രൻ ഈ ഭൂമിയിൽ വന്ന് രക്തചിന്തി മരിക്കുന്നത് ആവശ്യമായി. क्योंकि ये बात को पूरा होने के लिए प्रभु यीशु मसीह स्वयं को इस दुनिया में नीचे उतर कर आकर बलि होना पड़ना जरूरी था, मरना जरूरी था. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എത്രമാത്രം ജീവിക്കുന്നു, ഈ ഭൂമിയിൽ മാറ്റപ്പെടുന്ന അവസരം വരെ നമ്മളുണ്ടാകുന്ന എല്ലാ പാപ സ്വഭാവവും പാപത്തിന്റെ രോഗങ്ങളെയും യേശുക്രിസ്തു കുറിച്ച് പറയും. तो Isaiah 53 के अनुसार जैसा हम पढ़ते हैं कि वो सचमुच हमारा रोगों को उठाया और हमारा सारा अदर को उठाया करके बोलते समय में हमारा जन्म से लेकर मृत्यु तक का सारा पापों को, सारा अदर को, सभी बातों को प्रभु यीशु मसीह ने उठाकर हमें छुटकारा दिया. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തച്ചൊരിച്ചിൽ അല്ലെങ്കിൽ യേശുക്രിസ്തു രക്തം കൊടുക്കുമ്പോൾ ആ രക്തം കൊടുക്കുന്നത് ആരെല്ലാം ദൈവം ക്രിസ്തുവിൽ കണ്ടിട്ടുണ്ടോ അവർക്ക് മാത്രമാണ് യേശുക്രിസ്തു ransom price കൊടുത്തത്. तो हम देखते हैं कि प्रभु यीशु मसीह जब बलि होते समय में लहू बहाया, वो लहू बहाकर वो लहू किसको जाकर दिया? पिता परमेश्वर को जाकर वो छुटकारे का दान दिया है और उनसे बचाया था. तो वो बचाते समय में किन किन लोगों के लिए बचाया था? जिन जिन लोगों को पहले से ही ठहरा कर रखा था, ये चुन के रखा था, वो चुने हुए लोगों के लिए ही यीशु मसीह का खून का लहू का दान पिता के पास पहुंचाया. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, എന്റെ ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. എന്റെ ആളുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ച എന്റെ ആളുകൾ ഉണ്ടായിരുന്നു. यूहन्ना का सुसमाचार में हम पढ़ते हैं कि मेरे भेड़ मेरा आवाज सुनते हैं. मतलब मेरा भेड़ मतलब यीशु के लिए खास प्रकार का भेड़ थे जो सिर्फ यीशु के थे. ആ ആളുകൾ മാത്രമേ യേശുവിന്റെ ശബ്ദം കേൾക്കുകയുള്ളൂ. और वही भेड़ लोग ही यीशु का आवाज सुनेगा. എന്നാൽ ആ ആളുകൾ ആരെല്ലാം ആണെന്ന് നമുക്കിപ്പോൾ അറിയുന്നില്ല. हाँ, वो भेड़ कौन है करके आज हम नहीं जानते. നമ്മുടെ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഈ സദ്വാർത്തമാണ് ലോകത്തോട് സുവിശേഷിക്കണമെന്നുള്ളത്. परंतु हमारा जिम्मेदारी क्या है? भले हम नहीं जानते कौन चुने हुए लोग हैं, हमारा जिम्मेदारी है कि पूरा दुनिया में जाकर सुसमाचार बोलना है. യേശു തന്നെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17:24 പറയുന്നത്, യോഹന്നാ 17:24 में പിതാവേ, നീ ലോകസ്ഥാനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളത് കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. प्रभु का ये इच्छा था कि जिधर मैं बैठा हूँ वे लोग भी उधर मेरे साथ बैठे. അപ്പൊ
അപ്പോൾ ഇത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പുത്രനോടൊപ്പം അവന്റെ സഹോദരന്മാരും അവന്റെ ദൈവത്തിന്റെ മക്കളും അവിടെ ഇരിക്കണമെന്നുള്ളത്. ये तो परमेश्वर का इच्छा और आग्रह है कि जहाँ पर यीशु मसीह बैठा है उनके साथ बाकी सहपुत्र लोग भी प्रभु के साथ बैठे। അപ്പോൾ നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന രീതിയിലുള്ള പൊസിഷൻ അല്ല. ഏറ്റവും ഉന്നതമായ ഏറ്റവും ശ്രേഷ്ഠമായ പൊസിഷനാണ് നമുക്ക് ദൈവം तो നൽകിയിരിക്കുന്നത്. इसके लिए हमारा पदवी देखा जाए, पोजीशन देखा जाए बोला तो हम जैसा सोचते हैं या दुनिया में हम जैसा सोचते हैं वैसा नहीं है। हमारा पदवी और पोजीशन बहुत ही श्रेष्ठ और स्वर्गीय पदवी है। നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് ദൈവമായിരിക്കുന്ന ഇടത്ത് എവിടെ പുത്രനായിരിക്കുന്നു അവിടെ തന്നെയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. और वो पदवी क्या है, पोजीशन क्या है, परमेश्वर ने कहाँ पर निर्णय रखा है? जहाँ पर पुत्र बैठा है उधर हम भी बैठेंगे। അപ്പോൾ പുത്രനായിരിക്കുന്ന ഇടത്ത് നമ്മളും ഇരിക്കണമെങ്കിൽ പുത്രന്റെ സ്വഭാവത്തോട് നമ്മൾ ദിനംതോറും അനുഭവമായിക്കൊണ്ടേയിരിക്കണം. तो अगर पुत्र जहाँ पर बैठा है उधर हमें भी बैठना है तो उसके लिए अभी क्या करना होगा? उस पुत्र के रूप में अनुरूप होना जरूरी है। ഈ പുത്രന്റെ രൂപത്തോട് അനുരൂപമാകുവാൻ തടസ്സമായിട്ടുള്ള ലോകത്തിന്റെ ചിന്തകള്, ലോകത്തിന്റെ ഗതികളൊക്കെ നമ്മളെ ആകർഷിക്കുകയും നമ്മളെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഇപ്പോഴുണ്ട്. परंतु आज दुनिया में हम जीते समय में जब हम एक तरह से पुत्र के रूप में अनुरूप हो रहे हैं, उसी ऐसे समय में क्या कर रहा है? संसार और उसका मोह और उसका अभिलाषा, शैतान और उसका चतुराई, ये सब क्या करता है? ये सब ऐसे ऐसे सामर्थ है जो हमें प्रभु के रूप में अनुरूप करने के लिए रोकता है, ठोकर बनता है। യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുഭവം യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അനുഭവം യേശുവിന് ഉണ്ടായിട്ടില്ല. और इस तरह का अनुभव यीशु को नहीं हुआ കാരണം യേശുവിന്റെ ജനനം ദൈവമായ ജനനം തന്നെയായിരുന്നു. क्योंकि उसका जन्म ही दिव्य और पवित्र जन्म था। ആ ഒരു രൂപത്തോടെ നമ്മളെ അനുരൂപമാക്കുവാൻ വേണ്ടിയാണ് യേശു രക്തം ചിന്തി നമ്മളെ तो വീണ്ടെടുത്തത്. हमें प्रभु का रूप में अनुरूप करने के लिए था यीशु मसीह लहू बहाकर मरा। പഴയ നിയമത്തിലെ ആർക്കും ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. और पुराने नियम में कोई भी भक्तों को ये मुकाम पर पहुंचना नहीं हो पाया। വെറും കുറഞ്ഞ അതിൽപ്പെട്ട അടിയങ്ങൾക്ക് മാത്രമാണ് ഈ വലിയ പദവിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തിയത്. सिर्फ हम जो बाहर के जाति है, अन्य जाति है, जिसका कोई वैल्यू नहीं है, हम जैसे अन्य जाति के लोगों को प्रभु ने वो भाग्य दिया कि हम प्रभु का मसीह के साथ बैठने का वो मुकाम, वो मौका प्रभु ने हमको दिया है। ഇതിനെല്ലാം കാരണം കർത്താവായ യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ചു എന്നുള്ള ഏക കാരണമാണ്. और उसका कारण यही है कि हमारे प्रभु यीशु मसीह ने पिता परमेश्वर का सभी बातों का आज्ञा का पालन किया। റോമർക്കെഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തില് रोमियो का पुस्तक 5वां अध्याय അതിന്റെ ഒരു വിവരണത്തിൽ 12 മുതൽ വായിക്കുമ്പോൾ 12 से जब हम पढ़ते हैं അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഏക മനുഷ്യർ പാപവും പാപത്താൽ മരണവും കടന്നു, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരും പറഞ്ഞിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്തു എന്നുള്ള വാക്യം वहाँ पर देखो, एक मनुष्य के द्वारा पाप जगत में प्रवेश किया और मृत्यु, उसके पीछे मृत्यु भी आया, जिसकी वजह से पाप फैला और सभी मनुष्यों ने पाप किया। तो विषय वहाँ पर यह है कि सभी मनुष्यों ने पाप किया। അപ്പൊ താഴോട്ട് വരുമ്പോഴോ 17-ാം വാക്യത്തിൽ പറയുന്നത് 17 में फिर हम पढ़ते हैं, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏക നിമിത്തം വാഴുമെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമ്പത്ത് ലഭിക്കുവാൻ യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. वहाँ पर हम देखते हैं कि एक मनुष्य के अपराध के कारण मृत्यु आया, उसी तरह एक मनुष्य का अनुग्रह और धर्म रूप का कार्य की वजह से हम देखते हैं कि मनुष्य में अर्थात यीशु मसीह के द्वारा आवश्यकता था कि अनंत जीवन में हम राज्य करें। പഴത്തിൽ പറയുന്നത് അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. അവിടെ अगला वाक्य 18, उधर हम देखते हैं कि एक मनुष्य के अपराध के कारण एक मनुष्य के अपराध के कारण मनुष्य के लिए दंड की आज्ञा आया और उसी तरह एक मनुष्य का धर्मी का कार्य की वजह से वहां पर क्या हो गया? वहां पर धर्म के निमित्त ठहराया जाने के लिए जीवन का कारण हुआ। ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് तो मेरा कहने का उद्देश्य ये है, 12-ാം വാക്യത്തില് എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുമ്പോൾ वहां पर 12 अध्याय वाक्य में कहा कि हमने पढ़ा कि सब मनुष्य ने पाप किया। എന്നാൽ താഴെ വരുമ്പോൾ ആ എല്ലാവരും എന്ന് മാറി അനേകം പാപികളായി തീർന്നു എന്ന് പറയും. 19-ാം വാക്യത്തിൽ परंतु 19 में हम पढ़ते समय में वो सब लोग वहां पर 19 का वाक्य में
बहुत लोग पापी है करके वहां पर पढ़ते हैं। ഇവിടെ എല്ലാവരും എന്ന് ഒരു വാക്യം വരുന്നില്ല, वहां पर सब लोग नहीं आ रहा, അനേകർ എന്ന് മാത്രമേ വരുന്നുള്ളൂ. बहुत लोग करके हम पढ़ते हैं। പ്രിയമുള്ളവരെ, ഈ അനേകരുടെ കൂട്ടത്തിൽ കർത്താവ് നമ്മളെ കണ്ടു എന്നുള്ളതാണ് വലിയ കാര്യം. ये बहुत लोगों में हमें भी प्रभु ने देख लिया था, जान लिया था और हमें चुन लिया था। ये है हमारा भाग्य बात। ഇതാണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. यही बात है, आत्मा हमसे बात करता है। ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന കാര്യം നീ ദൈവത്തിന്റെ പുത്രൻ, നീ ദൈവത്തിന്റെ മകനാവുന്നു എന്നുള്ള കാര്യമാണ്. क्योंकि आत्मा हमसे क्या गवाही देता है, तू परमेश्वर का बेटा है, तू परमेश्वर का पुत्र है। ഇങ്ങനെയുള്ളവരെ ചേർപ്പാനാണ് हम വീണ്ടും വരുന്നത്. इस प्रकार के लोगों को वापस मिलाने के लिए हमारे यीशु मसीह दोबारा आने वाला है। നമ്മുടെ ഈ മീറ്റിംഗിന്റെ ഉദ്ദേശമെല്ലാം കർത്താവ് വേഗം വരും, നമ്മൾ ദേശമേൽ ദേശം പ്രാപിച്ച് അവന്റെ രൂപത്തോടെ അനുഭവിക്കുന്നതാണ്. हम लोग यहाँ पर एकत्र होने का उद्देश्य क्या है कि हम लोग और गहराई से समझे कि हमारा प्रभु यीशु मसीह बहुत जल्दी आएगा, हम सबको उठा लिया जाएगा और सब हम लोग उसके रूप में बदल जाएंगे। इस तरह हम महिमा से महिमा में बदल जाएंगे। മറ്റു സംഘടനക്കാർ നടത്തുന്ന പോലെ ഒരു മീറ്റിംഗ് അവസാനിച്ചു, അവസാന ദിവസം അടുത്ത വർഷത്തെ മീറ്റിംഗിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന രീതി നമുക്കില്ല. हम लोग कोई दूसरा संगठन का जैसा नहीं है कि आज एक फाइनल मीटिंग हो गया है तो चलो अभी अगला साल का मीटिंग ये डेट पे चलो फिक्स करते हैं बोलकर इस तरह अंधाधुंध अविश्वास जैसा नहीं कर रहे हम लोग। നമുക്ക് ഏക പ്രത്യാശ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് വേഗം മാറ്റപ്പെടുമെന്നുള്ളത്. क्योंकि हमें अच्छी तरह से विश्वास और निश्चय है और हमारा आशा भी यही है कि हम लोग बहुत जल्दी यहाँ से उठा लिया जाएंगे। अगला मीटिंग में मिलेगा क्या हमको नहीं मालूम। അവിടെ കർത്താവായ യേശു ക്രിസ്തു കഴിച്ച ഏക ശരീരയാഗത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവമായ ആ രക്ഷ, അല്ലെങ്കിൽ യേശു ക്രിസ്തു കഴിച്ച ശരീരയാഗത്തിലൂടെ നമുക്ക് ലഭിച്ച സ്വർഗീയമായ പ്രവേശനം, അത് എത്ര മഹത്വമാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കാനായി സ്തോത്രം. इसलिए मैं प्रभु को धन्यवाद देना चाहता हूँ कि उनका आत्मा हमेशा हमें याद दिलाने के लिए और मदद करता है कि यीशु मसीह का एक बलिदान के द्वारा उन्होंने हमें स्वर्ग में प्रवेश करवाने का या स्वर्ग का रास्ता खोलकर हमको दिया है। 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, दूसरा कोरिन्थी 5:21 में हम पढ़ते हैं, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് പാപമാക്കിയെന്ന് പറയുന്നു. जो पाप से अज्ञात था हम परमेश्वर का धर्मी ठहराए जाने के लिए यीशु हमारे लिए पाप ठहराया गया। യേശുവിന്റെ ജീവിതത്തിൽ ഒരിക്കലും യേശു പാപം അറിഞ്ഞിട്ടില്ല, പാപം രുചിച്ചിട്ടില്ല. यीशु मसीह अपने जीवन में कभी भी पाप क्या है जानता नहीं था और पाप कभी किया नहीं था। എന്നാൽ നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർപ്പാൻ യേശു ഈ വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. परंतु हमें परमेश्वर का धर्मी ठहराने के लिए प्रभु यीशु मसीह को बलिदान होने का जो रास्ता उठाना पड़ा। നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥാനത്തും യേശു ഒരു മൗനമായി നിന്നത് നമ്മളെ ദൈവമക്കളാക്കി തീർക്കാൻ വേണ്ടിയാണ്. हमें परमेश्वर यीशु मसीह ने जो भी रास्ता अपनाया है उस सब के पीछे यही उद्देश्य था कि हमें परमेश्वर का बच्चा बनाए। ദൈവത്തിന് അനേക മക്കൾ ഉളവായി തീരുവാൻ യേശുവിന്റെ ഈ അനുസരണമാണ് കാരണമായി. और परमेश्वर को बहुत सा पुत्र हो गया, बहुत सारे बच्चे हो गए, उसका कारण क्या है? यीशु मसीह का आज्ञाकारिता का कारण की वजह से। യേശു ക്രൂശിൽ മരിക്കുമ്പോൾ പിതാവിന്റെ ഹൃദയം വേദനിച്ചിരുന്നു. यीशु मसीह जब क्रूस में मरा पिता परमेश्वर के हृदय में बहुत दर्द हुआ। എന്നാൽ യേശുവിന്റെ മരണം ഒരു ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ദൈവം യേശുവിന്റെ ക്രൂശിൽ മരിക്കാൻ അനുവദിച്ചത്. परंतु यीशु क्रूस पर मरना ये एक जरूरत का बात था, इसलिए पिता परमेश्वर वो मरण को होने के लिए अनुमति दिया। അന്നത്തെ കാലഘട്ടത്തിൽ ക്രൂശിൽ മരിക്കുന്നവരെല്ലാം शापग्रस्तമായി തീരുന്ന അനുഭവമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. क्योंकि वो एक जमाना ऐसा जमाना था, उस समय में अगर कोई भी क्रूस पर मर गया, क्रूस पर टंगा हुआ कोई भी व्यक्ति श्रापित है करके लोग देखते थे। എന്നാൽ നമ്മുടെ ശാപം യേശു ക്രൂശിൽ ഏറ്റെടുത്തു. परंतु वास्तव में यीशु मसीह ने हमारा श्राप था जो क्रूस में उठाया है। നമ്മൾ പോകുന്ന എല്ലാ സ്ഥാനവും യേശു പോയി, നമ്മുടെ എല്ലാ അനുഭവവും യേശു അനുഭവിച്ചിട്ടാണ് യേശു സ്വർഗ്ഗത്തിൽ വ്യക്തമായിട്ട് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അർപ്പിച്ചത്. और इसके लिए यीशु मसीह ने हमारे लिए सारा कष्ट और दुख वो सहकर हमें उस स्वर्गीय स्थानों पे पहुंचाया है। നമ്മൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സന്തോഷം നമുക്ക് സൗജന്യമായി ലഭിക്കാൻ വേണ്ടി യേശു അനുഭവിച്ച തിക്ത അനുഭവം എത്ര വലുതാണ് നമ്മൾ ഓർക്കേണ്ടതാണ്. इसलिए प्रियो हमें याद करना है और समझना है कि आज हम लोग यहाँ पर मुफ्त में जो हमको सुकून या परमेश्वर के द्वारा जो मिला हुआ बातें जो मुफ्त में मिला है वो सब बातों को अनुभव करने के लिए यीशु मसीह ने कष्ट सहा। അനേക രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നിരോധിച്ചിരിക്കുന്ന അനുഭവം ഇപ്പോഴുണ്ട്.
अभी का जमाने में अगर हम देखा जाए तो कितने देशों में हम देखते हैं कि इस तरह का एकत्र होना, इस तरह का संगति करने को रोक कर रखा है, बैन किया है। ऐसा संगति करना अलाउड नहीं है बहुत देशों में। എന്നാൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഈ അനുഭവം പങ്കിടുവാൻ കർത്താവ് നമുക്ക് ചെയ്ത വലിയ പ്രതികാര സ്തോത്രം. परंतु प्रभु का कितना बड़ा दया है कि उन्होंने हमको अनुमति दिया इस देश में हमें इस तरह का संगति करने के लिए। മറ്റുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബി ദേശങ്ങളിലൊക്കെ ഈ സ്വാതന്ത്ര്യം ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്നില്ല. क्योंकि दूसरा देशों में हम देखते हैं कि इस तरह का स्वतंत्रता, इस तरह का आजादी मसीह धर्म को, मसीह लोगों को, अरबी देश में हम देखते हैं, गल्फ देशों में हम देखते हैं कि विश्वासी लोगों क्रिश्चियंस को इस तरह का फ्रीडम, स्वतंत्रता नहीं देते। അവർക്ക് അവരുടെ മതവും അവരുടെ ചട്ടങ്ങളും നിയമങ്ങളും മാത്രമാണ് വരുന്നത്. क्योंकि वो अरबी देश में, वो गल्फ रीजन में उनका धर्म और उनका कानून और उनका ईश्वर बड़ा है। എന്നാൽ ഇന്ന് ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് നമ്മൾ ഇന്നത്തെ തകത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആ ജീവന്റെ കിരീടമാണ്. और इसके लिए परंतु आज हमें जो स्वतंत्रता मिला है, जो आज हमको फायदा मिला है, उसका फायदा अगर हम लोग उठा लेंगे, उसका एडवांटेज अगर हम लोग उठा लेंगे और संगति में और अधिक बढ़कर मसीह में बढ़ेंगे तो उसका लाभ क्या होगा? एक दिन हमको जीवन का मुकुट मिलेगा। നമ്മുടെ അകത്തെ മനുഷ്യൻ ദിനത്തോട് ബലപ്പെടണമെങ്കിൽ നമ്മൾ സഹോദരന്മാരുടെ കൂട്ടായ്മയിൽ അനുദിനം വളർന്നു വരണം. इसके लिए हमारा अंदरूनी मनुष्य को अगर बलवत होना है तो इस तरह भाइयों का संगति में बहुत ज्यादा समय बिताना जरूरी है। ഇത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കോ പഴയ നിയമത്തിലെ രാജാക്കന്മാർക്കോ പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ സന്തതികൾക്കോ ഈ അനുഗ്രഹമൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. ये आशीष बोला तो पुराने नियम में भले ही वो राजा क्यों ना हो, भले ही वो भविष्यवक्ता क्यों ना हो, भले ही वो अब्राहम का संतान क्यों ना हो, ये महान पदवी पुराने नियम को ये भाग्य नहीं मिला, ये सिर्फ हमें मिला। എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഏക യാഗത്തിലൂടെ അവൻ സമ്പാദിച്ച സഭയ്ക്ക് മാത്രമാണ് ഈ സ്വർഗീയമായ അനുഗ്രഹം ലഭിച്ചത്. परंतु हम देखते हैं कि प्रभु यीशु मसीह की दया के द्वारा उन्होंने जब बलिदान करते हैं समय में उन्होंने जो कमाया हुआ, हम जो प्रभु के संतान है, वो प्रभु को भाग्य मिला। പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ യേശുക്രിസ്തു അനുഭവിച്ച ഈ കഷ്ടത നമുക്ക് എത്ര അനുഗ്രഹമാണ് എന്ന് അപ്പോൾ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആനന്ദത്തോടെ തുള്ളുകയാണ്. इसके लिए प्रभु ने हमारे लिए जो कष्ट सहा, जो दुख सहा, ये बात को जब हम स्मरण कर कर याद कर कर ध्यान करेंगे तो हमारा अंदरूनी भागों में आनंद भर जाता है। യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി തീർന്നില്ല എന്നെങ്കിൽ നമ്മൾ ഇന്ന് നരകത്തിൽ മാത്രമേ പോകുകയുള്ളൂ. अगर यीशु मसीह हमारा बदले अगर नहीं मरता, हमारे लिए सब्स्टिट्यूट नहीं होता, जहाँ पर हम मरना चाहिए था, अगर प्रभु अगर नहीं मरता तो हमारा आज स्थान क्या होता था? अनंत काल का नरक। എന്നാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ ആഗ്രഹം, ഹൃദയ ആഗ്രഹം അനുസരിച്ച് അത് മനസ്സറിഞ്ഞ് അത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തു വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുമായിരുന്നു ഈ ദൂഷ്കർമ്മം. എന്നാൽ നമുക്ക് വേണ്ടി സ്വയം ഏറ്റെടുത്തു. परंतु हमारा यीशु मसीह का मन देखो, वो कितना दयावान है, वो कितना करुणावान है। वो तो उनके पास तो पूरा अधिकार था, नहीं मैं मरूंगा नहीं, मैं क्रूस में मरूंगा नहीं, ऐसा निर्णय वो चाहिए तो ले सकता था। लेकिन वो इतना दयावान है कि पिता ने जब उसको कहा कि तुझे मरना होगा बोलकर, वो पूरा आज्ञा को मानकर समर्पण कर कर हमारे लिए खुशी खुशी आकर मरा। ഈ ഒരു അനുസരണമല്ല നമ്മളെ ഈ അനുസരണമുള്ള മകന്റെ ആ രൂപത്തിൽ അനുഭവമാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. हम जो अनाज्ञाकारिता के लोग हैं, हम लोग जो कभी बात नहीं मानते हैं, हम जैसे लोगों को आज्ञा मानने वाला पुत्र के समान रूप में अनुरूप करने के लिए जो प्रभु ने इतना बड़ा कार्य किया है उसके लिए धन्यवाद। ഒരു മനുഷ്യനെ മാത്രമേ ദൈവം ഉയർത്തിയിട്ടുള്ളൂ, ആ മനുഷ്യനാണ് കർത്താവായ യേശുക്രിസ്തു. पिता परमेश्वर ने सिर्फ एक ही मनुष्य को सबसे ऊंचा उठाकर रखा है, वो मनुष्य है प्रभु यीशु मसीह। ഇന്ന് ലോകത്തിൽ പലരും ക്രിസ്തുവിന് തുല്യമായി പലരെയും ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. आज दुनिया में बहुत से लोगों ने मसीह जैसा, मसीह के समान को ऊंचा उठाने के लिए अपने आप को बहुत कोशिश करता है। പലരെ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്ന അനുഭവം. यहाँ तक कि कुछ मसीह धर्म लोग ये आदमी पवित्र है, ये पवित्र सत्य है बोलकर ऐसा डिक्लेयर करते हैं। എന്നാൽ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ദൈവമായ രക്ഷ മാത്രമേ വിശുദ്ധമുള്ളൂ, അത് മാത്രമേ പരിശുദ്ധമായിട്ടുള്ളൂ. परंतु यीशु मसीह का जो उद्धार के द्वारा जो हमें मिला, जो उद्धार है, उसी में ही पवित्रता ही है, കാരണം യേശുക്രിസ്തു വിശുദ്ധനാണ്. क्योंकि यीशु मसीह स्वयं पवित्र है। ആ വിശുദ്ധിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. वही पवित्रता है उन्होंने हमें दिया है। നമ്മളിൽ ഒരു വിശുദ്ധിയും ഒരു നന്മയും ഇന്നുമില്ല, അന്നുമില്ല. हमारे जीवन में कोई भी पवित्रता, कोई भी भलाई, कोई भी अच्छा बात आज भी नहीं है और उस दिन भी नहीं था। എന്നാൽ അങ്ങനെ ഉള്ള നമ്മളെ ദൈവം തിരഞ്ഞെടുപ്പാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം നമ്മളെ കുറവുകളെ കണ്ട്
നീ അത് പോയി ശരിയാക്കിയിട്ട് വാ എന്ന് പറഞ്ഞല്ല അദ്ദേഹം നമ്മൾ സ്വീകരിച്ചത്. तो നമ്മുടെ കുറവുകളെ കണ്ടിട്ട് ദൈവം ഈ ഒരു വിഷയം हाँ, तो परमेश्वर ने कभी भी हमारा कमियों को देखकर, हमारा गलतियों को देखकर, तू जा, तू सुधर कर आ, तू थोड़ा अच्छा होकर आ, तेरा गंदगी साफ कर आ, ऐसा कभी नहीं बोला परमेश्वर ने हमसे। നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവഭാഗ്യ വരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. बल्कि परमेश्वर क्या बोल रहा है, तू जिस गंदा अवस्थे में है वही गंदा अवस्थे में तू प्रभु के पास आ। നീ പാപം ചെയ്തുവെങ്കിൽ പാപം ചെയ്തു समझदार मात्र मत तूने अगर पाप किया है तो तू मान ले तूने पाप किया है और अंगीकार करके मेरे पास आ। പാപം ചെയ്തു പാപം ചെയ്തില്ല എന്ന് ദിവസങ്ങൾ പറയുന്നതാണ് ദൈവഭാഗ്യ ദൈവത്തിന്റെ അർപ്പണം. परमेश्वर के लिए सबसे ग्रेडिट बात क्या है, मनुष्य पाप करने के बाद परमेश्वर की उपस्थिति में आकर बोल रहा है मैंने तो पाप किया ही नहीं। എന്നാൽ ദൈവഭാഗ്യം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിക്കുമ്പോൾ ദൈവം നമ്മളെ മകനായി സ്വീകരിക്കുക പുത്രനെ പോലെ സ്വീകരിക്കുക. परंतु हम अपने आप को नम्र कर कर परमेश्वर की उपस्थिति में एक पापी के रूप में आकर प्रभु के सामने समर्पण करेंगे और बोलेंगे प्रभु हम पापी है, तो प्रभु हमें स्वीकारेगा। कैसा स्वीकारेगा? अपना पुत्र के समान स्वीकारेगा। ദൈവം വെച്ചിരിക്കുന്ന മാതൃക ക്രിസ്തുവിനെ മാത്രമാണ് മാതൃകയായിട്ട്. और परमेश्वर ने जो आदर्श जो रखा है हमें स्वीकारने के लिए, वो आदर्श सिर्फ और सिर्फ प्रभु यीशु मसीह है। അങ്ങനെയാണ് ദൈവം നമുക്ക് മാതൃകയായി കണ്ടിരിക്കുന്നത്. क्योंकि उसी के लिए उन्हीं को हमारे बदले खड़ा करके रखा है। സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. उन्होंने सचमुच हमारा रोगों को उठाया। നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന എല്ലാ രോഗങ്ങളും യേശു മുന്നമേ വഹിച്ചു നമ്മളെ തീർത്തു. हमारे जीवन में आने वाला सब प्रकार के रोगों की अवस्था को, बीमारी की अवस्था को या पाप को प्रभु ने उठाया। ഇനി നീ ആ രോഗം വായിക്കേണ്ട ആവശ്യമില്ല എന്നെ വേണ്ടിയിട്ടുള്ളതാണ് ദൈവം പറയുന്നത്. നീ ആ രോഗം വായിക്കേണ്ട ആവശ്യമില്ല. अभी वो बीमारी उठाने का हमें जरूरत नहीं है, बल्कि अभी हमें क्यों चुना है, वो मसीह में बढ़ने के लिए। പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം പറയുന്നത് ഇത് മറക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. हमारे अंदर एक बहुत बड़ा कमजोरी क्या है कि हमें भूल जाने का आदत है। हमारे अंदर का अवस्था क्या है कि हम वो बातों को ढकने के लिए छुपाने का एक आदत है हमारे अंदर। ഒരു പാപം ചെയ്തു തന്നെ ആ പാപം ചെയ്തില്ല എന്ന് ദൈവത്തിന് മുമ്പാകെ മറക്കുന്ന വലിയൊരു आदाम्य स्वभाव हमारे अंदर एक आदाम्य स्वभाव है। वो क्या है कि हमने गलती करने के बाद परमेश्वर के सामने क्या बोल रहा है, मैंने नहीं किया, मैंने ऐसा कुछ नहीं किया, उसने किया, वैसा किया बोलकर अपना गलती को छुपाने देखते हैं। इस प्रकार का स्वभाव को हटाने के लिए प्रभु कहता है। आदम और हव्वा ने जब ये पाप किया तो उनके अंदर भी ये स्वभाव आया और परस्पर वो लोग आपस में एक दूसरे का गलती निकालने लगा। हमारा स्वभाव हमारा स्वभाव भी वैसे ही है। हम लोग अगर हम किसी के ऊपर गुस्सा करने के बाद फिर हम क्या बोलते हैं, वो आदमी ने मुझे उकसाया, वो आदमी ने ऐसे मेरे बारे में बुला इसके लिए मैंने गुस्सा किया बोलकर अपना गुस्से को हम लोग जायज बताते हैं। एक विश्वासी का असली स्वभाव कब देखने को देखने मिलेंगे, जब एकदम भीड़ से भरा हुआ ट्रेन रहेगा, मतलब पीक टाइम रहेगा, या तो काम पे जाने का या काम से निकलने का टाइम रहेगा। उस भरे भीड़ में एक विश्वासी को ट्रेन पे चढ़ने के लिए बोलो, तब विश्वासी का असली स्वभाव मालूम पड़ेगा। तो ये प्रभु का दास, ये प्रभु का संत विश्वासी है करके बोल के ट्रेन में चढ़ लिया, लेकिन कोई जाने में अनजाने में उनका पैर में लात मार दिया, तो तभी मालूम पड़ेगा वो विश्वासी कितना बड़ा भक्त है, क्योंकि वो पूरा गुस्से में वो आग बबूला हो जाएगा। क्योंकि पैर किसी का पैर लग गया तो तभी वो क्या करेगा, अपना असली आदाम्य स्वभाव दिखाएगा। उस समय रहेगा आत्मा हमें एहसास दिलाएगा कि क्या सचमुच में प्रभु का जीवन में मैं जी रहा हूँ कि नहीं। क्योंकि इस विषय में मैं ही बहुत बार हार चुका हूँ। बहुत मुझे मालूम है मैं कितने बार ट्रेन में गुस्सा किया उन लोगों के ऊपर। वो लोग शायद जाने या अनजाने में धक्का मारा होगा या धक्का लगा होगा, परंतु उनके ऐसा धक्का लगने पर उनके विरुद्ध गुस्सा कर उनके विरुद्ध बोलने का ये जो आदाम्य स्वभाव मेरे अंदर उससे बहुत बार निकला है।
परंतु उस जगह पर अगर प्रभु यीशु मसीह होता वो कभी नहीं करता ऐसा। കാരണം യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആരുടെ മുമ്പാകെയും ക്ഷോഭിച്ചു കണ്ടിട്ടില്ല. क्योंकि यीशु मसीह जब इस दुनिया में जीते समय में कोई भी लोगों के सामने गुस्सा नहीं किया। ആ ഒരു ദിവ്യമായ സ്വഭാവം നമ്മുടെ പകർവാൻ വേണ്ടിയാണ് കർത്താവ് ദൈവം തന്നെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്. इस तरह का दिव्य स्वभाव, इस तरह का कोमल और मधुर स्वभाव हमारे अंदर बांटने के लिए परमेश्वर ने अपना पुत्र को भेजा। ദൈവത്തിന്റെ സ്വഭാവമാണ് യേശു ഭൂമിയിൽ ജീവിച്ചു കാണിച്ചത്. परमेश्वर का स्वभाव था यीशु मसीह ने दुनिया में जीकर दिखाया। എന്നാൽ പാപം മൂലം ദൈവം കോപിക്കുന്ന ദൈവമാണെന്നും ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളുകയില്ലെന്നും പറഞ്ഞ് പരത്തി അങ്ങനെ ദൈവത്തിന്റെ മുഖത്തെ അപമാനമാക്കിയ ഒരു സമിതി പറമ്പിലാണ് നമ്മൾ നോക്കുന്നത്. परंतु हम एक ऐसा समूह में जी रहे हैं क्योंकि इस दुनिया में पाप आने की वजह से ये पाप का स्वभाव क्या करता है, हम परमेश्वर को बोल रहे हैं कि परमेश्वर आप बहुत गुस्सालु और बहुत क्रोधित और आप हमसे प्यार नहीं करते। ऐसा स्वभाव है परमेश्वर का बोलकर, झूठ बोलकर परमेश्वर के खिलाफ गवाही देते हैं। ऐसा समूह में जी रहे हैं हम। എന്നാൽ യേശു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് യേശു ഭൂമിയിൽ ജീവിച്ചു കാണിച്ചു. परंतु यीशु मसीह जब इस दुनिया में जिया तो परमेश्वर का असली स्वभाव क्या था कि वो दयावान और करुणावान और प्रेम से भरा है। वो असली स्वभाव यीशु मसीह ने दिखाया। ദൈവപുത്രനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും ദൈവപുത്രന് ഈ ഭൂമിയിൽ തലചായ്പാൻ ഇടമില്ലായിരുന്നു. वो परमेश्वर का पुत्र था और पुत्र है, पुत्र होकर वो जन्म लिया था, परंतु ये परमेश्वर का पुत्र को ये दुनिया में सर रखने के लिए एक जगह नहीं था। എന്നാൽ ഇന്ന് പലരും യേശുവിനെ വിളിക്കുന്നത് അവർക്ക് വലിയ മാന്യത ലഭിക്കാനും ഈ ഭൂമിയിൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. आज लोग यीशु को क्यों बुला रहे हैं? यीशु को इस उद्देश्य से बुला रहे हैं ताकि वो लोग ये दुनिया में बड़ा बड़ा माले का घर बनाकर सुकून का जिंदगी जीने के लिए यीशु को बुलाकर जी रहे हैं। എന്നാൽ യേശു നമ്മളെ വിളിച്ചത് അതിനു വേണ്ടിയല്ല. परंतु यीशु ने हमें उसके लिए नहीं बुलाया। കഷ്ടത അനുഭവിക്കാൻ അവരോടൊപ്പം അവരുടെ രാജ്യത്തിൽ അവരുടെ രാജ്യത്തെ അവകാശം പറയപ്പാനാണ് നമ്മൾ വിളിച്ചത്. बल्कि यीशु ने हमें क्यों बुलाया है? उनका बुलावट इसके लिए है ताकि हम उसके राज्य में सहभागी होकर उसका राज्य में राज्य कर सके। അവരുടെ രാജ്യത്തിൽ നമുക്ക് രാജ്യത്തിൽ ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടത അനുഭവിച്ചാൽ മതിയാകും. इसके लिए अगर उनके राज्य में राज्यत्व प्राप्त करना है तो ये दुनिया में कष्ट सहना जरूरी है। കഷ്ടതയിൽ കൂടെ അല്ലാതെ നമുക്ക് ഈ മാർഗം തിരിച്ചറിയാൻ കഴിയുകയില്ല. बिना कष्ट से जब आप जाएंगे तो ही प्रभु का मार्ग समझ में आएगा। कष्ट में से नहीं गया तो मार्ग समझ में नहीं आएगा। നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെല്ലാം ഈ കഷ്ടതകളെ കടന്നുപോയ അനുഭവമാണ്. हमारे विश्वासी पूर्वज लोग यानी कि प्रेरित लोग, वो लोग सब लोग इस प्रकार का कष्ट सहकर गए थे। അവർ കഷ്ടത അനുഭവിച്ചിട്ട് മാത്രമാണ് ഈ സുവിശേഷം ലോകത്തിൽ പരപ്പാൻ ഇടയായത്. वो लोग क्योंकि कष्ट का रास्ता चुना, इसके लिए तो सुसमाचार पूरा चारों ओर फैला। അവർ ആ കഷ്ടത അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സുവിശേഷം അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവർ സീമപ്പെടുത്തുവായിരുന്നെങ്കിൽ ഈ സുവിശേഷം ലോകത്തിൽ പരക്കത്തില്ല. परंतु अगर वो लोग कष्टता नहीं सहते और सुसमाचार अपने पास ही रखते, नहीं उधर नहीं जा सकते, उधर नहीं इधर नहीं जा सकते बोलकर अपने में छुपा कर रखकर कष्ट नहीं सहेंगे बोलकर ऐसा रखता तो सुसमाचार कभी नहीं फैलता था। ക്രിസ്തീയ മാർഗം കഷ്ടത്തിന്റെ മാർഗമാണ്. क्योंकि मसीह मार्ग बोला तो कष्ट का मार्ग है। യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചിട്ട് മാത്രമാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. यीशु मसीह ने कष्ट सहा है, उसके वजह से हमें उद्धार मिला है। യേശുക്രിസ്തു രക്തം ചീന്തി മാത്രമാണ് നമുക്ക് പാപത്തിന്റെ ക്ഷമ ലഭിച്ചത്. यीशु मसीह ने लहू बहाया है, उसके कारण की वजह से हमें पाप का क्षमा मिला है। യേശുക്രിസ്തു ആദിബലമൊക്കെയായി ദേവസേനയിൽ ആയിരിക്കുന്നതാണ് നമ്മുടെ ബലം. यीशु मसीह आज हमारे लिए पहला फल बनकर पिता परमेश्वर की उपस्थिति में है, वो है हमारा बल। യേശുക്രിസ്തുവിന്റെ മഹാപൗരത്വ ശുശ്രൂഷയാണ് നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. और यीशु मसीह का याजकीय सेवा की वजह से है हम लोग आज दुनिया में टिके हुए हैं। ഇതെല്ലാം പഴയ നിയമകാലങ്ങളിൽ അവർക്കെല്ലാം മറന്നു നടന്ന മർമ്മമായിരുന്നു. परंतु ये सब बातें पुराने नियम में छुपा हुआ बातें था। എന്നാൽ ഇന്ന് വെറും ഏഴകളായ നമുക്ക് ഇതൊരു വെളിപ്പാടായി ലഭിച്ചതായി ദൈവത്തിന് സ്തോത്രം. परंतु मैं प्रभु को धन्यवाद देना चाहता हूँ, हम जैसे छोटे लोगों को प्रभु ने इतना बड़ा मर्म और भेद प्रकट करके दिया। യേശുക്രിസ്തു പകരക്കാരനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി അവൻ നിന്നമായ കഷ്ടം അനുഭവിച്ച് രക്തത്തിന്റെ നമ്മളെ വീണ്ടെടുത്തനായി ദൈവത്തിന് സ്തോത്രം. इसके लिए मैं प्रभु को धन्यवाद देना चाहता हूँ कि उन्होंने लहू बहाकर हमें फूल दाम देकर हमें छुटकारा दिया है। ये बात को देखकर हम प्रभु को धन्यवाद करें। അങ്ങനെ മനസ്സ് പ്രാപിച്ച് അവന്റെ രൂപത്തോട് അനുഭവമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. इसके लिए प्रभु हमें सहायता करे ताकि हम उसके रूप में रूपांतर होकर उनके महिमा में बदल जाए।